ദൈവമെന്നെ നടത്തുന്ന വഴികളെ ഓർത്താൽ ഹൃദയം നന്ദിയാൽ നിറഞ്ഞിടുന്നു. ദൈവമെന്നെ നടത്തുന്ന വഴികളെ ഓർത്താൽ ഹൃദയം നന്ദിയാൽ നിറഞ്ഞിടുന്നു. ആനന്ദമായി അത്ഭുതമായി അതിശയമായി അവൻ നടത്തിടുന്നു. ആനന്ദമായി അത്ഭുതമായി അതിശയമായി അവൻ നടത്തിടുന്നു. ദൈവമെന്നെ നടത്തുന്ന വഴികളെ ഓർത്താൽ ഹൃദയം നന്ദിയാൽ നിറഞ്ഞിടുന്നു. ദൈവമെന്നെ നടത്തുന്ന വഴികളെ ഓർത്താൽ ഹൃദയം നന്ദിയാൽ നിറഞ്ഞിടുന്നു. ആരു സഹായിക്കും, എങ്ങനെ ഓടിയിടും എന്നോർത്തു ഞാൻ നെടുവീർപ്പടക്കി. ആരു സഹായിക്കും, എങ്ങനെ ഓടിയിടും എന്നോർത്തു ഞാൻ നെടുവീർപ്പടക്കി. ജീവിതം പോലും വെറുത്തത നാളുകളിൽ നിൻ സ്നേഹം എന്നെയും തേടി വന്നു. ജീവിതം പോലും വെറുത്തത നാളുകളിൽ നിൻ സ്നേഹം എന്നെയും തേടി വന്നു. ആനന്ദമായി അത്ഭുതമായി അതിശയമായി അവൻ നടത്തിടുന്നു. ആനന്ദമായി അത്ഭുതമായി അതിശയമായി അവൻ നടത്തിടുന്നു. ദൈവമെന്നെ നടത്തുന്ന വഴികളെ ഓർത്താൽ ഹൃദയം നന്ദിയാൽ നിറഞ്ഞിടുന്നു. ദൈവമെന്നെ നടത്തുന്ന വഴികളെ ഓർത്താൽ ഹൃദയം നന്ദിയാൽ നിറഞ്ഞിടുന്നു. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വരെ നടത്തിയ വിധങ്ങളെ ഓർത്തടിയൻ നന്ദി പറയട്ടെ, സ്തോത്രം ചെയ്യട്ടെ. ഉള്ളം നിറഞ്ഞടിയൻ കൊടാനുകൂടി സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. വേദനയുടെ നാളുകളിൽ, കഷ്ടത്തിൻ്റെ നാളുകളിൽ, ഒന്നില്ലായ്മ നാളുകളിൽ, രോഗത്തിൻ്റെ അവസ്ഥയിലൊക്കെയും കൂടെ നിന്നൊരു കർത്താവ്, സഹായിച്ചൊരു ദൈവം, ജയോത്സവമായി നടത്തിയൊരു ദൈവം, ജീവിക്കുന്ന ദൈവമാകിയാൽ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ആ സ്നേഹം അനുഭവിപ്പാൻ, ആ കരുതൽ അനുഭവിപ്പാൻ, ആ സംരക്ഷണത്തിൻ്റെ കരവലയത്തിലായിരിക്കാൻ സ്വർഗം എന്നെ സഹായിച്ചല്ലോ. ആ സ്നേഹത്താൽ എന്നെ നിറച്ചല്ലോ. നന്ദി പിതാവേ, നന്ദി നന്ദി. ഇന്നുവരെയും അത്ഭുതവും അതിശയമായി നടത്തിയതോർത്തടിയൻ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. പിന്നെയും നടത്തുവാൻ സർവ്വശക്തൻ ബലമുള്ള കരത്തിലോട്ട് എന്നെ സാഴ്ത്തി ഏൽപ്പിച്ചു തരുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിക്കട്ടെ. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കട്ടെ. ഈ ദൈവസ്നേഹം തിരിച്ചറിയുവാൻ, ഈ ദൈവസ്നേഹം രുചിച്ചറിയുവാൻ പിന്നെയും കർത്താവ് തൻ്റെ മക്കൾക്ക് ഭാഗ്യമൊരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ അവന് എന്ത് പകരം കൊടുക്കുവാൻ, രക്ഷയുടെ പാനപാത്രം എടുത്ത് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കണം കൃപയാൽ ഓരോ മക്കളെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ. ആരെല്ലാം മറന്നാലും, ആരെല്ലാം കൈവിട്ടാലും മറക്കാത്തൊരു നല്ല ദൈവം, കരുതുന്നൊരു ദൈവം, മാറോട് ചേർത്ത് പിടിക്കുന്നൊരു ദൈവം, അത്ഭുതവും അതിശയമായി നടത്തുന്ന ദൈവം, ജീവിക്കുന്നതോർത്ത് നന്ദി കർത്താവേ, സ്തോത്രം. ഈ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് അന്ത്യം വരെ ജീവിപ്പാൻ സഹായിക്കുമാറാകണം. ഹല്ലേലൂയ കർത്താവ്. ഞങ്ങളുടെ കുടുംബത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കട്ടെ കർത്താവ്. ഞങ്ങളുടെ ജീവിത പങ്കാളി, ദാനമായി തന്ന ആണും പെണ്ണുമായ മക്കൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം, ഹല്ലേലൂയ, എല്ലാം നന്ദിയോടെ സ്തോത്രത്തോടെ ഏൽപ്പിക്കുന്നു കർത്താവേ. നാടും വീടും വിട്ട്, മാതാപിതാക്കളെയൊക്കെ വിട്ട് വിദുരിതയിൽ പഠനത്തിനായി, ജോലിക്കായിട്ടൊക്കെ കടന്നു പോയിരിക്കുന്ന ഞങ്ങളുടെ ഓരോ മക്കളെയും പേരുപേരായി സമർപ്പിക്കുക. ആയിരിക്കുന്നിടത്ത് എൻ്റെ അപ്പച്ചൻ സൂക്ഷിക്കണം, പരിപാലിക്കണം, വേണ്ടുന്നതെല്ലാം കൊടുത്ത് പോഷിപ്പിക്കണം. ഈ നല്ല കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥനയുടെ മുന്നേറുവാൻ ഓരോ മക്കളെയും സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് ഓർക്കുന്നു. കർത്താവ് തരുന്ന ജയത്തിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ജോലി ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അത്ഭുതം അതിശയമായവരെ നടത്തണമേ, വേണ്ടുന്നതെല്ലാം കൊടുത്ത് പോഷിപ്പിക്കണമേ. കണ്ണുനനയാൻ സമ്മതിക്കല്ലേ, ശത്രു അവരെ കാണരുതേ. കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ സമാധാനത്തോടും സന്തോഷത്തോടും അനുഗ്രഹിച്ച് നടത്തണമേ. സ്വസ്ഥതയില്ലാതെ ഭാരപ്പെടുന്ന ജീവിതങ്ങളുടെ മേൽ കർത്താവിൻ്റെ കരുണയുടെ കരം ചേർത്ത് പിടിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ കൊച്ചുതലമുറകളെയെല്ലാം ദൈവകൃപയിൽ വളർത്തിത്തരണമേ. ബാലപീഠ നിലം വിടുവിച്ചു കൊള്ളണമേ. ദൈവത്താൽ അനുഗ്രഹിക്കണമേ, സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമായ കർത്താവേ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവർക്ക് വേണ്ടി ഒരുക്കുന്ന ഉപജീവനമാർഗത്തിൻ്റെ വഴികൾക്കായി നന്ദി പറയുന്നു. വിവാഹപ്രായം കഴിഞ്ഞ് ഞങ്ങളുടെ മക്കളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആണും പെണ്ണുമായ മക്കളെ, വിവാഹപ്രായം കഴിഞ്ഞവർ ഭാരപ്പെടുന്ന തൻ്റെ മക്കളുടെ മേൽ, മാതാപിതാക്കളുടെ മേൽ കർത്താവിൻ്റെ കരുണയും നിറക്കണമേപ്പാ.
തക്ക തുണയെ ലഭിക്കണം, അവരുടെ വിവാഹവും നടക്കണം, സ്വർഗത്തിനായി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വിവാഹത്തിന് മനസ്സില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ കർത്താവ്, നീ അവർക്കതിനായിട്ടുള്ള മനസ്സൊരുക്കം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല കുടുംബജീവിതം നയിപ്പാൻ തക്കണം ദൈവരെ സഹായിച്ചാട്ടപ്പാ. ദൈവം അവരുടെ ഹൃദയത്തെ അവിടുന്ന് ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഈ ദിവസങ്ങളിലൊക്കെയും വിവാഹം നടക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നൽകണം. അനുഗ്രഹിക്കപ്പെട്ടതായ നിലവാരത്തിൽ സകലതും നന്മയ്ക്കായി നന്നായി എല്ലാം കർത്താവ് ചെയ്തു തരുന്ന ദൈവമാകിയാൽ സ്തോത്രം. തൻ്റെ മക്കളെ മനസ്സലിഞ്ഞ് കരുണ കാണിച്ച് അത്ഭുതമായി ജയമായി നടത്തുന്ന ദൈവം, ജീവിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുന്ന എല്ലാ ആവശ്യങ്ങളും സ്തോത്രത്തോടെ അപ്പൻ്റെ സന്നിധിയിൽ അറിയിക്കുവാൻ ഓരോ മക്കളെയും ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒന്നിനും കുറവ് കൂടാതെ കാനാവിൽ നടന്ന വിവാഹം പോലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ വിവാഹം നടക്കാൻ സ്വർഗം സഹായിച്ചാട്ട് കർത്താവേ. ദൈവമേ, വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ സമർപ്പിക്കുന്നപ്പാ. നീ അവർക്ക് വേണ്ടി ഒരുക്കുന്ന നല്ല തലമുറകൾക്കായി നന്ദി പറയുന്നു. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുവാൻ, നന്ദി പറയുവാൻ, സാക്ഷ്യം പറയുവാൻ സ്വർഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഗർഭിണികളായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നപ്പോൾ മാസന്തികോളം കൂടെ ഇരിക്കണം, സുഖപ്രസവം നൽകണം, ഊനമില്ലാത്ത പൈതങ്ങളെ കണ്ട് സന്തോഷിക്കണം, അതിനായി സ്വർഗം സഹായിക്കണമെന്നും പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു. കർത്താവ് അവർക്ക് ഒരുക്കുന്ന ഭവനത്തിനായി നന്ദി പറയുന്നു. ഭവനം പണിയുന്ന മക്കളെ സമർപ്പിക്കുന്നു. കർത്താവേ, അതിനെ പൂർത്തീകരിച്ച് അതിൽ പാർക്കാൻ തക്കണം ഭാഗ്യമൊരുക്കണമേ. സകല ആവശ്യവും കർത്താവ് അറിഞ്ഞ് തൻ്റെ മക്കളെയൊക്കെ സഹായിക്കണമേ. കടഭാരമുള്ള മക്കളെ സമർപ്പിച്ചല്ലോ. കർത്താവ് ഒരുക്കുന്നതല്ല നല്ല അനുഗ്രഹങ്ങൾക്കായി നന്ദി പറയുന്നു. ദൂതനെ ഇറക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. സകല പ്രശ്നത്തിനും പരിഹാരകരായി എൻ്റെ സ്വർഗമേ ഹല്ലേലൂയ ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ള ദൈവം നീ മാത്രമാപ്പാ. അപ്പാ, ഞങ്ങളുടെ ബലഹീനതയും കുറവുകളൊന്നും ഓർക്കാതെ വേണം സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥനകളെ അംഗീകരിക്കണമേ, മറുപടിയുമായി ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവർ ക്രൂശിലെ രക്തത്താലടിയെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ, വിശുദ്ധിയും വെടിപ്പുള്ളാക്കി തീർക്കണമേ. ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് പ്രാർത്ഥിപ്പാൻ സഹായിക്കുമാറാകണം. ഹല്ലേലൂയ. ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവ്, ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവ്, സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവെ അടിയനെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ പ്രാർത്ഥനയ്ക്കും സ്വർഗം മറുപടി ഇറക്കണം. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ മക്കൾക്കുമുള്ള വിടുതലും അനുഗ്രഹമായി മാറണം. സ്വർഗം സഹായിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് മറുപടിയേണ്ടത് നിശ്ചയമാ. സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കും, മറുപടി അയക്കും. കഴിഞ്ഞ നാടുകളിൽ ഞങ്ങളുടെ കണ്ണുനീരിനെ തുടച്ച ദൈവമാ. കണ്ണുനീർ തൂകിയപ്പം മനസ്സലിഞ്ഞ ദൈവമാ. വലിയൊരു അത്ഭുതങ്ങളെ ചെയ്ത് ഞങ്ങളെ നടത്തിയ ദൈവമാ. അതോർത്തൊക്കെ ഞങ്ങൾ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ അനാഥരെയും വിധവകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സംരക്ഷിക്കുന്ന ദൈവം അവിടുന്ന് ആകയാൽ സ്തോത്രം. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. ഞങ്ങളുടെ യുവാക്കന്മാരെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ആണും പെണ്ണുമായ മക്കളെ സമർപ്പിക്കുന്നു. കർത്താവേ, ശത്രു ആരെയും കാണല്ലേ, ദുഷ്ടപിശാചാരെയും തൊടല്ലേ. കർത്താവിനോട് ചേർന്ന് നടക്കുന്ന മക്കളായി തീരുവാൻ ഇടയാക്കണം. അരുതാത്തതിലൊന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അകപ്പെട്ടുവാൻ അനുവദിക്കല്ലേ. സ്വർഗത്തിലെ ദൈവമേ, അവിടുത്തെ രക്തത്താലവരെ മുദ്രയിടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നല്ല ആലോചനയിലവരെ നടത്തുമാറാകണം. മാതാപിതാക്കൾക്ക് നന്മയും അനുഗ്രഹവും കൊണ്ടിരുന്ന കുഞ്ഞുങ്ങളാക്കിയവരെ തീർക്കുമാറാകണം. കൂട്ടുകാർക്ക് അടിമപ്പെട്ട കുഞ്ഞുങ്ങളുണ്ടപ്പം, മൊബൈലിന് അടിമപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. മ്ലേച്ഛമായ രീതിയിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അനുസരണമില്ലാത്തവരുണ്ട് കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, നീ അവിടുന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. അവരുടെ ഭാവിയെക്കുറിച്ചൊരു ബോധം കൊടുത്തണേ, ഒരു ഉത്തരവാദിത്വം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം കർത്താവിൻ്റെ പാദപ്പെടുത്തിൽ ഏൽപ്പിക്കട്ടെ കർത്താവേ. കുടുംബസമാധാനമില്ലാത്ത തൻ്റെ മക്കൾക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഈ സമയം ഞങ്ങളുടെ രോഗികളെ തരട്ടപ്പാ. ഞങ്ങളുടെ രോഗികൾക്ക് അവിടുന്ന് സൗഖ്യമയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളുടെ മരുന്ന് അവിടുന്ന്, വൈദ്യൻ അവിടുന്ന്, ഗിലിയാദിലെ സുഗന്ധക്കൊഴുമ്പുമായി കടന്നു വരണം. ഉച്ച മുതൽ പാദം വരെ തൊടുമാറാകണം. അടിയൻ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളുടെ മേലും ഓരോ രോഗത്തിൻ്റെ മേലും അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിവുള്ള കരം അവിടുത്തെ കരമാകിയാൽ നാഥാ മനസ്സലിയിടുമേ, കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ക്യാൻസർ രോഗികളെ, കിഡ്നി രോഗികളെ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവരെ, ശരീരമാസകലം നീർക്കെട്ടും വേദനയാൽ ഭാരപ്പെടുന്നവർ, ആശുപത്രി മുറുക്കളിലും ഭവനത്തിലുമായിരിക്കുന്നവർ, കിടക്കയിലായിരിക്കുന്നവർ, കൈകാൽക്ക് ചലനമില്ലാത്തവർ, തൈറോയിഡും ആസ്മാരോഗികളും കർത്താവുണ്ടപ്പാ. ചുമയും പനിയുമുള്ളവരുണ്ട് കർത്താവേ. കാഴ്ചയും കേൾവിയും ഇല്ലാത്തവരുണ്ട് കർത്താവേ. സംസാരശക്തി ഇല്ലാത്തവരുണ്ടപ്പാ. മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് കർത്താവേ. കർത്താവെ, അനവധി അടിമത്ത സ്വഭാവങ്ങൾക്ക് അടിമപ്പെട്ടവരുണ്ട് കർത്താവെ. അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, ഉദരസംബന്ധമായ രോഗമുള്ളവർ, ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവർ, പല്ലിൻ്റെ വേദനയും ചെവിയുടെ വേദനയാൽ ഭാരപ്പെട്ടവർ ഒക്കെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തന്ന സൗഖ്യവും വിടുതലും ഓർത്തും നന്ദി പറയട്ടെ, സ്തോത്രം ചെയ്യട്ടെ. തലയ്ക്കകത്തുള്ള വേദനയാൽ ഭാരപ്പെടുന്ന ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ടും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ,
എല്ലാവരെയും ഉള്ളതുപോലെ കാണുന്ന കർത്താവ് അവിടുന്ന്, അറിയുന്ന കർത്താവ് അവിടുന്ന്, സൗഖ്യദായകൻ അവിടുന്ന്, മരുന്നും വൈദ്യനും അവിടുന്ന്, തൻ്റെ പ്രിയപ്പെട്ടവരെ തൊട്ട് സുഖപ്പെടുത്തി മഹത്വമേറിയ സാക്ഷ്യം പറയുവാൻ തക്കണം ഓരോ മക്കളെയും ഇടയാക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു. ഈ രാത്രികാലം ഞങ്ങളെ സൂക്ഷിച്ച ദൈവം ഇന്ന് പകൽക്കാലവും ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപ തന്ന് ഞങ്ങളെ നടത്തണം. പോക്കിലും വരവിലും വാഹനയാത്രയിലും വഴിയാത്രയിലും കൂടെ ഇരിക്കണം. സമാധാനവും ദൈവകൃപയും തരണമേ, എല്ലാ അനുഗ്രഹവും തരണമേ. പാപം കൂടാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കടന്നു വരുന്ന ഇലക്ഷനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ തിരഞ്ഞെടുക്കണമേ. ആ വിഷയം കർത്താവിൻ്റെ കരങ്ങളിൽ ഭാരത്തോടെ പ്രാർത്ഥിച്ചേൽപ്പിക്കുക. സ്വർഗം ഇടപെട്ടേ മതിയാകുന്നു പ്രാർത്ഥിക്കുകയാണ്. സുവിശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, സൂഷ്കാന്തിയോടെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ഓരോ മക്കളെയും അവിടെ ഇവിടങ്ങളിലെ സ്വർഗം ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് തന്ന മഴയ്ക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. അതികഠിനമായ ചൂടിൽ കൂടി കടന്നുപോയി അനേകാര്യങ്ങൾ വെള്ളമില്ലാതെ ഭാരപ്പെട്ടു. എൻ്റെ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് മഞ്ഞും മഴയും തക്ക സമയത്ത് തരുന്ന ദൈവമാണ്. നന്ദിയപ്പ, നന്ദി, നന്ദി, എല്ലാറ്റിനും നന്ദി. എല്ലാവരുടെ ഹൃദയത്തിൽ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ഞാൻ സഹായിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഞങ്ങളെ സഹായിക്കണേ. അതികഠിനമായ ചൂടിൽ നിന്നൊക്കെ വിടുവിക്കണമേ. എല്ലാം അപ്പൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ദുബൈയുടെ പ്രദേശം, മസ്കറ്റിൻ്റെ പ്രദേശം ഓർക്കുന്നപ്പാ കരുണ കാണിക്കണമേ. അത്ഭുതങ്ങളെ ചെയ്യണമേ. ശാന്തതയോടെ, സമാധാനത്തോടെ, സമൃദ്ധിയോടെ ഓരോ രാജ്യത്തെയും കർത്താവ് നടത്തിയേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുക. അനേകായിരങ്ങൾക്ക് ഉപജീവനമാർഗമാ സമ്പൽസമൃദ്ധമായ രാജ്യങ്ങളൊന്നും നഷ്ടപ്പെട്ടുവാൻ അനുവദിക്കാതെ സ്വർഗം കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യുദ്ധങ്ങളിൽ നിന്നും, ക്ഷാമങ്ങളിൽ നിന്നും, ഭൂകമ്പങ്ങളിൽ നിന്നും, മഹാമാരിയിൽ നിന്നും, ജലപ്രളയത്തിൽ നിന്നും എല്ലാ രാജ്യങ്ങളെയും വിടുവിക്കണമേ. തൻ്റെ ജനത്തോട് കരുണ കാണിക്കണേ. ആരുടെയും കുറവുള്ള പാപങ്ങൾ കടക്കടില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട ദൈവത്തിന് സ്തോത്രം ചെയ്യുക. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം.